നമസ്കാരം പ്രിയമുള്ളവരെ. ഇന്ന് നാട്ടിലെ കളരിയിലൂടെ ഒരു നാടകം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. പ്രേമലേഖനം എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സ്വന്തം സുഭാഷ് പന്തല്ലൂർ. താങ്ക് യു. പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുലഭവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമ്മയോ ഗാഠമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടി തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ സ്വന്തം കേശവൻ നായർ.
നന്നായി. എന്റെ ഹൃദയ രഹസ്യങ്ങളെല്ലാം തന്നെ അതിൽ. ഈ എഴുത്ത് കൊടുത്താൽ എന്തായിരിക്കും സാറാമ്മയുടെ പ്രതികരണം? അയച്ച് കളിയാക്കും, അതോ മറുപടി തരും? അവളുടെ സ്വഭാവത്തിന് കളിയാക്കാനാണ് സാധ്യത. അതെങ്ങനെ ശരിയാകും? കാര്യങ്ങളെല്ലാം മൗസേപ്പേട്ടൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലേ. സംഗതി ശരി തന്നെ. പൂവിനും പുഴുവിനും പൂമ്പാറ്റയ്ക്കും എല്ലാം ഭൂമിയുടെ അവകാശമുണ്ട്. പക്ഷേ ഔസേപ്പേട്ടന്റെ ചാവടി തുച്ഛമായ വാടകയ്ക്ക് കയറി പറ്റുമ്പോൾ തന്നെ ശ്രീമാൻ കേശവൻ നായർ ആണയിട്ട് പറഞ്ഞതല്ലേ, വിശുദ്ധ വസ്രാണിയുടെ കൽപ്പനകൾ ഒന്നും തന്നെ ലംഘിക്കില്ലെന്ന്. എന്നിട്ട് ഇപ്പൊ ഇതെങ്ങനെ ശരിയാകും? മിസ്റ്റർ കേശവൻ നായർ, അഖണ്ഡകോടി പ്രപഞ്ചത്തിൽ അതിമനോഹരമായി ഒഴുകുന്ന പ്രണയനദി താങ്കളുടെ ഉള്ളിൽ ഒഴുകുന്നത് നല്ലത് തന്നെ. അത് ഏറ്റവും മധുരോധാരമായ രീതിയിൽ തളിർക്കട്ടെ. എങ്കിലും നാട്, വീട്, സമൂഹം എന്നീ ചിട്ട വ്യവസ്ഥകളെ താങ്കൾക്ക് എങ്ങനെയാണ് ഈ പ്രണയ സമരം കൊണ്ട് മറികടക്കാനാവുക? അഭിപ്രായം ഉത്കൃഷ്ട സൃഷ്ടികളാണ്. അങ്ങനെ ഒരു മഹാകവി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ തലയ്ക്കകത്തെ നിലാവെളിച്ചമാണ്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എങ്കിൽ ഞാനൊരു കഥ പറയും. കഥയോ? 7 തവണ കല്യാണം കഴിച്ചൊരു മാന്യൻ 7ാമത്തെ ഭാര്യ കോണിപ്പടിയുടെ മുകളിൽ നിന്ന് തലയും കുത്തി വീണു. എന്നിട്ട് അവരെ ആശുപത്രിയിലാക്കി മടങ്ങും വഴി കൂട്ടുകാരനായ നിത്യബ്രഹ്മചാരിയോട് പറഞ്ഞു, അവളുടെ തലയാകെ പൊട്ടിയൊഴുകി. തലച്ചോറ് കാണാമോ എന്ന് ബ്രഹ്മചാരി ചോദിച്ചപ്പോ അതെങ്ങനെ കാണാനാണ്, അവൾ സ്ത്രീയല്ലേ എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, സ്ത്രീകളുടെ തലയ്ക്കകത്തെ നിലാവെളിച്ചമാണെന്ന്. ചിറ്റമ്മയ്ക്കിത് എന്തിന്റെ അസുഖ? ഏത് നേരവും സാറാമേ സാറാമേ. കുടുംബത്തോട്ട് കാണത്തില്ല. നീ ഇവിടെ എന്തെടുക്കുവാടി? അല്ല, നേരം വെളുത്ത് അന്ത്യാവുന്നത് വരെ നിനക്ക് എന്താടി ഇതിന്റെ അകത്ത് കാര്യം? എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് കരുതണ്ട. ഊതി കുടിക്കാൻ കഞ്ഞിക്ക് വകയില്ലേലും കൊമ്പത്തെ മോഹങ്ങളെ പെണ്ണിന്. എന്നാലോ സ്വന്തം കുടുംബത്തെ പാടിച്ചിട്ട് സമയമില്ല. ഞാൻ ചെയ്യാനുള്ള ജോലിയൊക്കെ തീർത്തു വെച്ചിട്ടാ. തീർത്തും വരണുണ്ട് ഉപദേശി. ഈ നേരം മുട്ടൂത്തി 4 മണി പ്രാർത്ഥിക്കരുതോ? കർത്താവേ സ്തോത്രം. മനുഷ്യ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു കുഞ്ഞാരമോളുടെ ഊരിയൊട്ടലും കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോഴേ ഉരുട്ടി വിഴുങ്ങ സദ്യ ഒരുക്കി വെക്കാം. എന്താ മതിയാ? അല്ല പിന്നെ അവനറിയാതെ ഒരു തൂവലും പൊഴിയുന്നില്ലെന്നമ്മേ. ഓരോ ധാന്യമണിയിലും അവൻ തന്നെ പേരെഴുതി വെച്ചിരിക്കുന്നല്ലേ. അന്നന്നത്തെ അപ്പത്തിനായല്ലേ നമ്മളെല്ലാം അധ്വാനിക്കുന്നത്. ഒരു അധ്വാനം കണ്ട നായി കിടക്കുന്ന ചാവടിയില്ലേ നാട്ടിയിട്ട് കുത്തിക്കൊണ്ട തന്റെ മുകളുടെ ഒരു അധ്വാനം. ഞാനിത് എന്നാ ചെയ്തില്ലെന്ന ചിറ്റമ്മ പറയുന്നത്? അടിച്ചു മാരി വെള്ളം കോരി വെച്ചു. കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അയ്യോ, എന്റെ പുന്നാരമോൾ ഇതൊക്കെ ചെയ്താ. അപ്പൊ പിന്നെ ഈ കണ്ട തുണി അലക്കാനും കറിക്കരക്കാനും ഒക്കെ ഇതാ നോക്ക്. ചത്തുപോയി എനിക്ക് തള്ള വരുമ്പോഴും ചിറ്റമ്മേ മരിച്ചു എന്റെ അമ്മച്ചെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ. മനുഷ്യ ഇത് കണ്ട വല്ലാത്തൊരു പുലിവാൽ
പറയിപ്പിക്കുക എന്നാമേ. കർത്താവിനെ വിചാരിച്ച് നീ ഇങ്ങനെ ഒച്ച വെച്ച് അയൽവക്കക്കാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാതെ. അല്ലേലും പുഞ്ഞാന് മോളെ പറഞ്ഞാലേ പുണ്യാളിനോസഫിന് പിടിക്കത്തില്ല. അതേ പെണ്ണെ, കണ്ടവന്റെ ഊര് തെറ്റി ചീത്തപ്പേരെങ്ങാനും വരച്ച് വെച്ചാലുണ്ടല്ലോ മൂത്ത് നരച്ച് മൂക്കിൽ പല്ല് മുളച്ചിവിടെ ഇരിക്കത്തേ ഉള്ളൂ. അല്ലേലും പൊന്നിട്ട് കൂടി കെട്ടിച്ചു വിടാനൊന്നും ഇവിടെ ആരൊന്നും സമ്പാദിച്ചൊന്നും വെച്ചിട്ടില്ല. എനിക്ക് എന്റെ അപ്പം തന്ന കാശുകൊണ്ട് ഈ വീടിന്റെ കടം തീർത്തതുകൊണ്ടാ അപ്പനും മോളും എപ്പോഴും ഉണ്ടും ഉറങ്ങി സൂക്ഷ്മമായിട്ട് ഇങ്ങനെ കഴിയരുത്. എല്ലാം കണ്ടും കേട്ടും ഒരുത്തനുണ്ടല്ലോ എന്നാമേ. എന്റെ മോക്ക് കർത്താവ് ഒരു വഴി കാണിക്കാതിരിക്കില്ല. എനിക്ക് നിങ്ങളുടെ പൊന്നും പണവും ഒന്നും വേണ്ട. എന്റെ അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. പിന്നൊരു കാര്യം, ആയ നേരത്തും കാലത്തെ പെണ്ണിനെ കെട്ടിച്ചു വിട്ടോണം. അതിനെ എന്റെ കയ്യിൽ നിന്ന് ഒരണ വൈ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. 50 നോമ്പ് കഴിഞ്ഞ പടിഞ്ഞാറ് ചായ്പ് ഞാൻ വേറെ ആൾക്ക് കൊടുക്കും. രൂപ 25 വരെ തരാൻ ആളുണ്ട്. അപ്പൊ പിന്നെ പിന്നാരമോളുടെ ഉറക്കം അടുക്കളത്തിന്റെ ആയിരിക്കും. അതിനിടയ്ക്ക് കണ്ടവന്റെ തിണ്ണനിറങ്ങി ചീത്തപ്പെരങ്ങാനും വരുത്തി വെച്ച ആണുങ്ങളായാലേ ചെളി കണ്ട ചവിട്ടും, വെള്ളം കണ്ട കഴുകും. അപ്പനും മോളെ ആ നായരെ കണ്ട് പഠിക്കണ്ടെന്നാ പറഞ്ഞേ. നീ ചിറ്റമ്മേ അനാവശ്യം പറയരുത്. പറഞ്ഞ നീ എന്നാ ചെയ്യടി? എന്നെ തല്ലുവോ? എന്നാ തല്ലടി തല്ലടി. അല്ലല്ലോ, ഞാൻ 2 സ്ഥാനക്കാരിയാണല്ലോ. ഈ കുടുംബത്തിന് അധികം പറ്റും. എനിക്കേട് പറ്റുമ്പോഴേ അപ്പനും മോളും പഠിച്ചോളൂ. എന്റെ അന്തോണി ശൂന്യാള, എന്റെ സങ്കടം കാണാൻ ഇവിടെ ആരുമില്ലല്ലോ. ഇങ്ങോട്ട് മാറും മനുഷ്യ. എന്താ തോമ? അച്ഛൻ പറഞ്ഞു പെട്ടെന്നൊന്ന് പള്ളിയിലോട്ട് ചെല്ലാൻ. എന്താ വിശേഷിച്ച്? ഞാനിപ്പോ അവിടെ നിന്ന് പോകുന്നല്ലേ ഉള്ളൂ. നമ്മുടെ കുശിനിക്കാരൻ തോമാച്ചന്റെ ഭാര്യ ശോശാമ്മ മരിച്ചു. ശവടത്തിന് ചെല്ലാനാ. ഓഹോ, കർത്താവേ, നല്ലവരെ നീ എത്ര വേഗം വിളിക്കുന്നു. ആ, വിളിക്കേണ്ടവരെ നീ ഒട്ട് കാണുന്നുമില്ല. കർത്താവിന് സ്തുതി. ആ തോമ, അന്നമെടുത്ത് പോരുന്നോ? എങ്ങോട്ട്? ശവടക്കാം. എന്റെ കയ്യിൽ തന്നെയോ? ഇനി വല്ല മുണ്ടോ ഷർട്ടോ ആയിരിക്കും, അതോ വല്ല പുസ്തകമാ? അതിന് അവൾ വായിക്കാത്ത എന്തുണ്ടവൾ? അവൾ കൈ തുറന്നു വെച്ചിരിക്കുന്ന എന്റെ ഹൃദയമല്ല. എങ്കിലും ഇത് വേണ്ടായിരുന്നു സാറാമ്മ. ഞാൻ സാറാമ്മയെ എന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നു. എന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ എന്തും ഞാൻ തരുമായിരുന്നു. ഇത് നല്ല ഒരു അവസരമാണ്. താങ്കളുടെ പ്രിയപ്പെട്ട സാറാമ്മ എന്തോ മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. താങ്കളുടെ ഭാഗ്യവശാൽ അവൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. കുറ്റബോധത്താൽ നീറുന്നവളുടെ കൈവെള്ളയിലേക്ക് പ്രേമോധാരമായ താങ്കളുടെ ഹൃദയം ഒരു ഉന്നക്കായ പോലെ വെച്ചു കൊടുക്കാൻ പറ്റിയ അവസരം. എഴുതി വെച്ച പ്രണയലേഖനം സധൈര്യം പുറത്തെടുക്കൂ. ആ പ്രേമഭാജനത്തിന് സ്വാഭിമാനം സമർപ്പിക്കൂ.
അവൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് താങ്കൾക്ക് വേണ്ടി താങ്കളുടെ തന്നെ ഹൃദയമാണ്. സാറാമേ, ഞാൻ മനസ്സിലാക്കുന്നു തെറ്റുകൾ സംഭവിക്കാത്തതായി ആരുണ്ട്. എന്റെ അഭാവത്തിൽ എന്റെ സാമ്രാജ്യത്തിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചത് അതിസഹനതയോടെ ക്ഷമിച്ചതായി ഞാൻ ഭവതിയെ അറിയിക്കും. ഓ, ഞാൻ കണ്ടു താഴത്തൊടിയിൽ പമ്മി പമ്മി നിൽക്കുന്നത്. ഇന്ന് എന്താ ഇത്ര വൈകിയത്? ബാങ്കിൽ ക്ലാർക്കുമാർക്ക് സന്ധ്യ വരെ ജോലി ഉണ്ടായിരുന്നിരിക്കണം. ശോ, 1 മണിക്കൂറായി ഞാൻ ഈ പാഴ്വേല തുടങ്ങിയിട്ട്. എന്തു ചെയ്തിട്ടും അത് ഈ കമ്പിന്റെ അറ്റത്ത് ഉടക്കുന്നില്ല. എന്തായാലും നാളെ ഞാനൊരു കള്ളത്താക്കൽ ഉണ്ടാക്കിക്കാൻ തീരുമാനിച്ചു. എന്തിന്? ഞാനില്ലാത്തപ്പോൾ എന്റെ ഈ മുറി തുറക്കുന്നതിന്? അയ്യോ, അത് ഞാൻ പറഞ്ഞില്ലല്ലേ. ഇല്ല. അപ്പോ താഴത്തൊടിയിൽ പമ്മി പമ്മി നിന്ന് എന്തൊക്കെയാണ് വിചാരിച്ചത്? ഞാൻ വിചാരിച്ചു, ആട്ടെ, എന്താ കമ്പിൽ ഉടക്കുന്നില്ലെന്ന് പറഞ്ഞത്? ശ്രീമാൻ കേശവൻ നായർക്ക് വന്ന മാസിക പോസ്റ്റ്മാൻ ജനൽ വഴി ഇടുന്നത് ഞാൻ കണ്ടു. ഓ, ജോലിയൊന്നുമില്ലാതിരുന്ന് മുഷിഞ്ഞപ്പോ എങ്കിലും എന്നെ അങ്ങോട്ട് സ്നേഹിച്ചാൽ പോരായിരുന്നു. എന്തേലും പറഞ്ഞായിരുന്നോ? ഇതാ ആറ്റിക്കുറുക്കി എന്റെ ഹൃദയവും അതിലേക്കുള്ള താക്കോൽ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. എന്തൊക്കെയുണ്ട് സാറിന്റെ വിശേഷങ്ങൾ? ഇന്ന് ചിറ്റമ്മയുമായി വഴക്കൊന്നും കൂടിയില്ലേ? ഓ, ഇനിയിപ്പോ അപ്പച്ചനും ചിറ്റമ്മയും കൂടി എന്നോട് വാടക ചോദിക്കുമെന്നാ തോന്നുന്നത്. ഓഹോ, അതുവരെയോ കാര്യങ്ങൾ? കൊള്ളാം. അതെ, ഞാൻ താമസിക്കുന്ന മുറി കൂടി വാടകയ്ക്ക് കൊടുത്താൽ എന്നിട്ട് സാറാമ്മയെ എന്റെ കൂടെ എന്റെ മുറിയിൽ? അതൊന്നും അല്ലെന്നേ. എന്നെ അടുക്കള വശത്തെങ്ങാനും മാറ്റി പ്രതീക്ഷിച്ചാൽ എന്താണെന്ന് കൂടി ചിറ്റമ്മയ്ക്ക് ആലോചനയുണ്ട്. അപ്പോ അപ്പച്ചനോ? ചിറ്റമ്മ പറയുന്ന പോലെ അല്ലാതെ അപ്പച്ചന് സ്വന്തമായിട്ട് എന്ത് അഭിപ്രായമുള്ളത്? ഈ ചിറ്റമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അപ്പച്ചന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയായിരുന്നു? അല്ല, എന്റെ വിചാരം ആണുങ്ങളുടെ തലയ്ക്കകത്ത് നിലാവലിച്ചമല്ലാതെ വേറൊന്നും ഇല്ലെന്നാണ്. അപ്പോ സാറാമ്മയ്ക്ക് ഈ വീട്ടിൽ ഒരു അവകാശമില്ലേ? എനിക്കെന്ത് അവകാശം? ചിറ്റമ്മ കൊണ്ടുവന്ന സ്ത്രീധനം കൊണ്ടാണ് അപ്പച്ചൻ ഇവിടുത്തെ കടമെല്ലാം തീർത്തത്. കടമെല്ലാം അമ്മച്ചിയുടെ അസുഖത്തിനും മരണാടിയന്ത്രത്തിനുമായി വരുത്തി വെച്ചതാണെന്നാണ് അപ്പച്ചൻ പറയുന്നത്. എന്റെ അമ്മച്ചി 2 കൊല്ലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് BA എങ്കിലും പാസ്സാകാമായിരുന്നു. എങ്കിൽ എവിടെയെങ്കിലും ഒരു ജോലി. MA-ക്കാർക്ക് പോലും ജോലി കിട്ടണമെങ്കിൽ ഇപ്പൊ കൈക്കൂലി കൊടുക്കണം. പിന്നെ സാറാമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ജോലി ഇല്ലാതിരിക്കുന്ന കഷ്ടം തന്നെ. ആട്ടെ, ജോലി ചെയ്യുന്ന ബാങ്കിൽ വല്ല ചാൻസും ഉണ്ടോ? ഓ, അതൊരു ചോട്ട ബാങ്ക് അല്ല എന്റെ സാറാമ്മേ. എങ്കിൽ വേറെ വല്ലയിടത്തും എന്തെങ്കിലും ഒരു ജോലി.
സ്നേഹിക്കുന്നല്ലാതെ വേറെ എന്താണ് ഒരു ജോലി? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വേണ്ടി മാത്രമാണ് ഈശ്വരൻ സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്റെ മനസ്സിൽ നിനക്കായി വലിയൊരു ഒഴിവുണ്ട്. അതിന് ശുപാർശയോ കൈക്കൂലിയോ ഒന്നും ആവശ്യമില്ല. എന്താ ആലോചിക്കുന്നത്? ഒഴിവുണ്ട്. എവിടെ? നാളെ പറയാം. ജോലി നാളെ തീർച്ചയായും. പറഞ്ഞാ പോരാ, കിട്ടണം. കിട്ടുമോ? തീർച്ചയായും. ഓ, എന്റെ മനസ്സിലിപ്പോൾ വലിയ ആശ്വാസമായി. അയ്യോ, ചിറ്റമ്മ തിരക്കുന്നുണ്ടാവും. എന്നാ ഞാൻ പോകട്ടെ. അപ്പോ മറ്റേ കാര്യം? വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഇതെന്താ നേരത്തെ എത്തിയോ? ഇതാ താക്കോൽ. ഇന്നലെ മുറിയിൽ നിന്ന് എന്തെങ്കിലും കളവ് പോയിട്ടുണ്ടോ? പരിശോധിച്ചില്ലേ? എങ്കിൽ പരിശോധിക്കണം. ആട്ടെ, ജോലിയുടെ കാര്യം എന്തായി? ഓ, ആ ജോലി അത് സാറാമ്മയ്ക്ക് രസിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശമ്പളം ഒരുപാട് സാരമില്ല, ഞാൻ സ്വീകരിച്ചു കൊള്ളാം. ഇവിടെ ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ജീവിതം മടുത്തു. ചിലപ്പോൾ എനിക്ക് എന്തെല്ലാമാണ് തോന്നുന്നതെന്ന് അറിയാമോ? ആഹാ, എന്തൊക്കെയാണ് തോന്നുന്നത്? കേൾക്കട്ടെ. ഓ, എപ്പോഴൊരു തമാശ. ഞാൻ കാര്യമായിട്ട് പറയുക. പെണ്ണായി പിറന്നുപോയതിൽ എന്ത് ജോലി വേണേലും ഞാൻ സ്വീകരിച്ചു കൊള്ളാം. സാറാമ്മയ്ക്ക് അടുക്കള ജോലി ചെയ്യാനോ? അറിയാം. എന്തൊക്കെ അറിയാം? ചോറും കൂട്ടാനും വെക്കാൻ അറിയാം. അറിയാം. ചായ ഉണ്ടാക്കാൻ അറിയാം. ആ. പലഹാരം ഉണ്ടാക്കാൻ അറിയാം. ആ. പിന്നെ ഓമൽത്തീൻ ഉണ്ടാക്കാൻ അറിയാം. ഓഹോ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 4 അരി വാങ്ങി തന്നാൽ അത് വെച്ച് വിളമ്പി. എന്തോ എന്നെ വല്ല അരിവക്കുമാരിയാക്കി നിർത്താൻ ശേഷം? ഏയ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അല്ലെങ്കിലും ഈ പഠിച്ച പെണ്ണുങ്ങൾക്ക് അടുക്കള സംബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസമൊന്നും കാണുകയില്ല. കരിയും പുകയും പറ്റാൻ പറ്റിയതല്ല അവരുടെ ഈ ശരീരവും വസ്ത്രങ്ങളും. അവർ കുടുത്തൊരുങ്ങാനും മുടി കെട്ടാനും ചുണ്ട് ചൊമ്പിക്കാനും മുടി ഒരു 165 തരത്തിൽ കെട്ടിവെക്കാനും അറിയാം. കണ്ണാടിയുടെ മുമ്പിൽ അഖണ്ഡ തപസ്സിരിക്കാനും അറിയാം. അങ്ങനെ ഉടുത്തൊരുങ്ങി ഒരു ഡുങ്കുടു തഞ്ചിയുമായി അങ്ങനെ 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 പോകും. ഡുങ്കുടുത്തഞ്ചിയോ? ആ, ഹാൻഡ് ബാഗ്. ഓ, ഹാൻഡ് ബാഗ്. അങ്ങനെ ഉടുത്തൊരുങ്ങി നടക്കും. ലേഡിയാണവർ. അത്തരമൊരു ലേഡിയാണോ ബഹുമാനിയായ സാറാമ്മ എന്നാണ് എന്റെ ചോദ്യം. അത്തരം ബഹുമാനമൊന്നുമല്ല ഞാൻ. എനിക്കൊട്ട് ഡുങ്കുടുത്തഞ്ചിയും ഇല്ല. എങ്കിലും എന്തൊക്കെയാണ് സാറാമ്മ ഈ ലേഡികളെ കൊണ്ടു നടക്കുന്നത്? അത് ഒരു നുണങ്ങ് കണ്ണാടി, ഒരു നുണങ്ങ് പൗഡർ ഡെപ്പി, ആ, പിന്നെ ഒരു നുണങ്ങ് ചീർപ്പ്. അതിൽ പ്രേമലേഖനങ്ങളൊക്കെ. പ്രേമലേഖനങ്ങളോ? ആ, പ്രേമലേഖനങ്ങൾ. ഓരോ മണിക്കൂറുകൾ തോറും അവർക്ക് കിട്ടുന്നത് അവർ അതിൽ സൂക്ഷിക്കുമായിരിക്കും. സന്ധ്യയോടെ ആ കൊച്ചു പെട്ടി നിറയുമ്പോൾ വലിയൊരു പെട്ടിയിലേക്ക് പകർത്തും. എനിക്കതൊന്നും അറിഞ്ഞുകൂടാ. പ്രേമലേഖനം ഞാനൊന്നും കണ്ടിട്ടുമില്ല. നുണച്ചിയുടെ ഗ്രാൻഡ് മദറേ. അതെ, എനിക്ക് കണ്ടുവച്ചിരിക്കുന്ന ജോലി എന്താണ്? ഓ, ആ ജോലി അത് സാറാമ്മയ്ക്ക് രസിക്കേ. അയ്യോ, രസിക്കും. തീർച്ചയാണ്. 1000 വട്ടം തീർച്ച.
എങ്കിൽ സാറാമ്മയ്ക്ക് അത് രസിക്കില്ല. അയ്യോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രസിക്കും. പിന്നീട് ആ തീരുമാനത്തിൽ ദുഃഖിക്കേണ്ടി വന്നാലോ? ഇല്ല, എന്ത് ദുഃഖവും എന്ത് ത്യാഗവും ഞാൻ സഹിച്ചുകൊള്ളാം. അറിയാമോ, കേശവൻ നായർ ഇവിടെ വരുന്നതിന് മുമ്പാണ് കഴിഞ്ഞ കൊല്ലത്തിൽ എനിക്ക് ശരപറാതെ 3 വിവാഹാലോചനകൾ വന്നു. 3 പ്രാവശ്യവും ഞാൻ സന്തോഷിച്ചു. കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ആളുടെ കൂടെയുള്ള ദാമ്പത്യത്തിലെ സുഖമോർത്തിട്ടല്ല, ഈ നരകത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് കരുതി. എന്നാൽ 3 തകർന്നു പോയി. അതെ, സ്ത്രീധനം കൊടുക്കാതെ ഞങ്ങളുടെ സമുദായത്തിൽ നിന്നും എന്നെ ആരും കെട്ടിക്കൊണ്ടു പോവുകയില്ല. അതും എന്റെ കുറ്റം കൊണ്ടാണെന്നാണ് ചിറ്റമ്മയും അപ്പച്ചനും പറയുന്നത്. തൊട്ടതിനൊക്കെയും കുറ്റം എനിക്കാണേ. ഈ മഴ പെയ്തില്ലെങ്കിൽ ആ കുറ്റവും എനിക്കാണ്. ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നതിന് വളരെ സ്ഥലങ്ങളിൽ ഞാൻ ജോലിക്ക് അന്വേഷിച്ചു. പക്ഷേ എനിക്ക് മാത്രം ഒരിടത്തും ഒഴിവില്ല. ഒഴിവുണ്ട്. എവിടെ? പറയാം. അതിരിക്കട്ടെ, ഈ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ എന്താണ്? പെണ്ണിനെ സൂക്ഷിക്കാൻ ആണിന് കൊടുക്കുന്ന കൈക്കൂലി. മനസ്സിലായില്ല. അതായത് ഇപ്പൊ എന്നെ ഒരാൾ കെട്ടിക്കൊണ്ടു പോകുന്നു ഇരിക്കട്ടെ. ഈ ഞാൻ തന്നെ. അയ്യോ, അങ്ങനെ എന്നെ അങ്ങ് കെട്ടിക്കൊണ്ടു പോയാൽ പിന്നെ എന്റെ തീറ്റി ചെലവിനും തേയും കുളിക്കും സോപ്പിനും സെന്റിനും സ്പ്രേക്കും എന്റെ ചാവടിയുടെ യന്ത്രത്തിനും ഒക്കെ പണം വേണ്ടേ? ആ പണം ഞാൻ മുൻകൂട്ടി തന്നാലേ എന്നെ ഒരാൾ കെട്ടിക്കൊണ്ടു പോകും. അത് സാറാമ്മി ആരും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. അയ്യോ അല്ല, അതെ, അത് ഞങ്ങളുടെ ജാതി മര്യാദയാണ്. എന്റെ ഈശ്വര, ഇങ്ങനൊരു കാര്യമില്ലായിരുന്നുവെങ്കിൽ. സ്ത്രീധന ഏർപ്പാടിനെ ഞാൻ കഠിനമായി ഓർക്കുന്നു. സ്ത്രീധനം ഏർപ്പാടിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്തിന്? ഈ സ്ത്രീധനം ഏർപ്പാടേ നമ്പൂരി സമുദായത്തിലും ഉണ്ട്, മുസ്ലിം സമുദായത്തിലും ഉണ്ട്. ഈ സ്ത്രീധനം കൊടുക്കാൻ കഴിവില്ലാത്തവർ സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കാൻ തയ്യാറുള്ള ഇതര സമുദായക്കാരെ കല്യാണം കഴിക്കണം. ഹായ്, കൊള്ളാം, നല്ല പുതുമ. അതെ, അതായത് നായർ ക്രിസ്ത്യാനിയെയും ക്രിസ്ത്യാനി നായരെയും നായർ മുസ്ലിമിനെയും മുസ്ലിം ക്രിസ്ത്യൻ. നിർത്തണേ, ഒരു ശകലം ചോദിക്കാനുണ്ട്. ശകലമല്ല, 1000 ചോദ്യങ്ങൾ ചോദിക്കൂ. എല്ലാത്തിനും ദിസ് കേശവൻ നായർ ഉത്തരം പറയുന്നതാണ്. ചോദിക്കൂ, ചോദിക്കൂ. അതെ, എനിക്ക് കണ്ടുവച്ചിരിക്കുന്ന ജോലി എന്താണ്? ആ ജോലി സാറാമ്മയ്ക്ക് ഇഷ്ടമാവില്ല. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടമാകും. തീർച്ചയാണ്. 1000 വട്ടം തീർച്ച. അളിവേണി എന്തു ചെയ്യൂ ഹന്തഞ്ഞ ഹന്തഞ്ഞ എങ്ങനെ? അളിവേണി എന്തു ചെയ്യൂ ഹന്തഞ്ഞാനിനി. സാറാമ്മേ, ഞാൻ സാറാമ്മയെ ഗാഠമായി സ്നേഹിക്കുന്ന പോലെ സാറാമ്മ എന്നെയും ഗാഠമായി സ്നേഹിക്കുക എന്നതാണ് ഞാൻ സാറാമ്മയ്ക്ക് നൽകുന്ന മഹത്തായ ജോലി. സാറാമ്മ, ഞാൻ വളരെ കാലമായി സാറാമ്മയെ സ്നേഹിക്കുന്നു. എന്നേക്കാൾ, എന്റെ ഹൃദയത്തെക്കാൾ, എന്റെ ജീവനേക്കാൾ. സാറാമ്മ, ജോലിയെ കുറിച്ച് എന്ത് പറയും? ജോലി തിരക്കേടില്ല, പക്ഷേ ശമ്പളം എന്ത് നിശ്ചയിച്ചു? വഴക്കിനാണല്ലേ പുറപ്പാട്. യുദ്ധം തരക്കേടില്ല. വീരയോദ്ധാക്കളുടെ ചുടുനിണമാണ് എന്റെ സിരകളിൽ ഓടുന്നത്. യുദ്ധമെങ്കിൽ യുദ്ധം എഴുതുക തന്നെ. വിജയം
അല്ലെങ്കിൽ മരണം. ഇൻക്ലാബ് സിന്ദാബാദ്. ശമ്പളം എന്ത് വേണം? തന്നെ നിശ്ചയിക്കും. 20 രൂപ. അയ്യോ, അത് വളരെ കുറവാണ്. ഓ, അതിൽ നിന്ന് ഒരു ദമ്പടി കൂട്ടിത്തരാൻ നിവർത്തിയില്ല സാറാമ്മേ. ചെറിയ ബാങ്ക്, ചെറിയ ശമ്പളം, മനസ്സിലായോ? ഞാൻ 30 ദിവസം 9 മണിക്കൂർ ജോലി ചെയ്താൽ കിട്ടുന്നതിൽ നിന്ന് സാറാമ്മയുടെ അപ്പച്ചന് മുറിവാടകയ്ക്ക്, ധോബിക്ക് മുണ്ടലക്കുന്നതിന്, ഹോട്ടൽക്കാരന് ശാപ്പാടിന്, പിന്നെ അല്ലറ ചില്ലറ കാര്യങ്ങൾക്കൊക്കെയായി അരിഷ്ടിച്ചാൽ കിട്ടുന്നത്, അതായത് ഒരു വിധത്തിൽ പറഞ്ഞാൽ പട്ടിണി കിടന്നാൽ കിട്ടുന്നതാണ് ഞാൻ സാറാമ്മയ്ക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. സാറാമ്മയുടെ ജോലിയിൽ വല്ല ക്ലേശമുണ്ടോ? ചുമ്മാ ഇരുന്നും നടന്നും കിടന്നുമൊക്കെ അങ്ങോട്ട് സ്നേഹിച്ചാൽ പോരെ? ആലോചിച്ച് നോക്കണം. ജോലി വളരെ കടുപ്പമുള്ളതാണ്. ഭവാന് 24 മണിക്കൂറിൽ 9 മണിക്കൂർ മാത്രമേ ജോലിയുള്ളൂ. ബാക്കി 15 മണിക്കൂറും തനി വിശ്രമമല്ലേ? എന്നാൽ എന്റെ ജോലിയോ ഒരു നിമിഷം പോലും വിശ്രമമില്ല. രാവും പകലും, ഊണിലും ഉറക്കത്തിലും ഒക്കെ കേശവൻ നായരെ സ്നേഹിക്കണം. വേണ്ടേ? വേണം. കേശവൻ നായർ കരയുമ്പോൾ ഞാനും കരയണം. കേശവൻ നായർ ചിരിക്കുമ്പോൾ ഞാനും ചിരിക്കണം. കേശവൻ നായർ ഉള്ളപ്പോൾ ഞാൻ ഉണ്ണാതിരിക്കണം. കേശവൻ നായർ ഉറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരുന്ന് കേശവൻ നായരെ സ്നേഹിക്കണം. വേണ്ടേ? വേണം. വേണം. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ജോലി സ്ഥിരമോ ടെമ്പററിയോ? സ്ഥിരം, ശാശ്വതം, അനന്തം. അപ്പോൾ ബഹുമാനപ്പെട്ട കേശവൻ നായർ ഡിമ്മായാലും എനിക്ക് ജോലി ഉണ്ടാവുമല്ലോ. എന്ന് വെച്ചാൽ ഭവാൻ ചത്തുപോയാലും എനിക്ക് ജോലി ഉണ്ടാവുമെന്ന്. സംശയരഹിതം. ഞാൻ സുന്ദരമായി പരലോകം മുകിയാലും സാറാമ്മ എന്നെ മധുര സുന്ദരമായി തന്നെ സ്നേഹിക്കണം. അല്ല, ഭവാൻ മരിച്ചു മണ്ണടിഞ്ഞു പോയാൽ പിന്നെ എനിക്ക് ശമ്പളം ആര് തരും? അതെ, തലയ്ക്കകത്ത് നിലാവെളിച്ചമാണെങ്കിലും ഈ ജോലിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഭവാന്റെ മരണശേഷം എനിക്ക് ശമ്പളം ആരാ തരിക? മരണം നമുക്ക് ഒരുമിച്ചാക്കിയാലോ? ആകോ, സ്വാർത്ഥതയുടെ നഗ്ന പ്രകടനം. അപ്പോൾ ബഹുമാനപ്പെട്ട കേശവൻ നായർ മരിക്കുമ്പോൾ ഞാനും മരിച്ചുകൊള്ളണമല്ലേ? സാറാമ്മ എന്നെ പരിഹസിക്കുകയാണോ? ഏയ്, ഒരിക്കലുമല്ല. കാര്യം പറയുന്നത് പരിഹാസമാണോ? ഓ, സ്ത്രീയല്ലേ? തല പൊട്ടിത്തുറന്നാലും തലച്ചോറ് എവിടെ കാണാനാ? സ്ത്രീകളുടെ തലയ്ക്കകത്ത് വെറും നിലാവെളിച്ചം മാത്രമാണല്ലോ ഉള്ളത്. ക്ഷമിക്കണം സാറാമ്മ, എനിക്ക് സാറാമ്മയുടെ അത്രയ്ക്ക് ബുദ്ധിയോ സൗന്ദര്യോ ഒന്നുമില്ല. പോരാത്തതിന് കൊടവയറും. ഇപ്പൊ പഞ്ചഭാവമായ എന്നെയാണ് അങ്ങ് പരിഹസിക്കുന്നത്. ഞാൻ എന്റെ സാറാമ്മയെ ഒരിക്കലും പരിഹസിക്കില്ല. പരിഹസിച്ചോളൂ. ഞാൻ എന്റെ ജീവിതേശ്വരിയെ പരിഹസിക്കാനോ? ഞാൻ എന്റെ പ്രാണനാഥയെ പരിഹസിക്കാനോ? ഞാൻ എന്റെ ആത്മാവിനെ പരിഹസിക്കാനോ? ഞാൻ എന്റെ ദേവിയെ പരിഹസിക്കാനോ? ഒന്ന് ചോദിക്കാനുണ്ട്. ചോദിക്കാം, ആജ്ഞാപിക്കാം. അതെ, ഞാൻ പ്രാണനാഥയാണോ? തീർച്ചയായും. എന്നു മുതൽ? പണ്ട് മുതൽ. എന്തുമാത്രം പണ്ട്? വളരെ വളരെ പണ്ട്. എന്നിട്ടെന്തേ ഈ വിശേഷം ഇത്ര നാളായിട്ടും പറയാതിരുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എന്നും ഞാൻ സാറാമ്മയെ കുറിച്ച് ഓർക്കും. എന്നും ഓരോ പ്രണയലേഖനങ്ങൾ സാറാമ്മയ്ക്കായി എഴുതും. എന്നിട്ട് കീറിക്കളയും. അപ്പോൾ ഞാൻ അങ്ങയുടെ പ്രാണനാഥയാണ് അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങ് കേൾക്കും ഇല്ലേ? എന്ത് പറഞ്ഞാലും കേൾക്കും. ആരെങ്കിലും കൊല്ലാം. സമുദ്രങ്ങൾ നീന്തിക്കിടക്കണം. പർവ്വതങ്ങൾ എടുത്ത് അമ്മാനമാടണം. അതുമാവാം. സാറാമ്മയ്ക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. തൽക്കാലം മരിച്ചു കാണിക്കണമെന്നില്ല. പിന്നെ ഒന്ന് തലകുത്തി നിൽക്കാവോ? സത്യമായും തലകുത്തി നിൽക്കണം. ഓ,
ഇടയ്ക്ക് സത്യമായ എന്തൊരു വാക്കുണ്ടല്ലേ? ഇല്ല ഇല്ല, അങ്ങനെ ഒരു വാക്കേ ഇല്ല. പറയൂ, ശീർഷാസനം മാത്രം മതിയോ അതോ മയൂരാസനം, കുക്കുടാസനം, ശവാസനം? പറയൂ. തൽക്കാലം ശീർഷാസനം മതി. ഹോ. ദാ, പിടിക്കൂ. ഓൽക്കില്ല ഞാൻ, ഓൽക്കില്ല. പിടിച്ചോളൂ. അയ്യോ വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. വീഴും. അയ്യോ വീഴും. വേണ്ട. സ്റ്റൈലാഗ്രഹം. സാറാമേ, സാറാമ എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടോ? സാറാമ്മ എന്റെ മധുരസുന്ദരമായ പ്രണയത്തെ വലിയ സ്വീകരിച്ചോ? മധുരസുന്ദരമായി നാളെ പറയാം. സാറാമേ, സാറാമേ, നാളെ പറയാം. സാറാമേ, നാളെ പറയാം. സാറാമേ, നാളെ തീർച്ചയായും പറയാം. അതെ, നാളെ പറയാം. നാളെ സാറാമ എന്താകും പറയുക? നാട്ടിട വഴിയിലൂടെ നമ്രമുഖിയായി നടന്നു പോകുന്ന ഒരു പതിവ് കാമുകിയല്ലല്ലോ നമ്മുടെ സാറാമ. അവൾ അങ്ങനെ ചടപടേന്ന് കീഴടങ്ങും. ഛെ, അതിനെന്താ ഒരു സുഖമുള്ളത്. ഏതായാലും ശ്രീമാൻ കേശവൻ നായർ ഇന്ന് മുഴുവൻ ഉണ്ണാതെ ഉറങ്ങാതെ പച്ച വെള്ളം കുടിക്കാതെ സാറാമയുടെ മധുരോധാരമായ മറുപടിക്കായി അനുരാഗ വിവശനായി കാത്തിരിക്കും. സാറാമ അവളൊരു കാന്താരിയാണ്. നാളെ അവൾ എന്താകും പറയുക? നായരും നസ്രാണിയും കൊള്ളാം കൊള്ളാം. ഇനി അവൾ തയ്യാറാകുമോ? അവൾ തയ്യാറായാൽ തന്നെ അവളുടെ അപ്പനും ചിറ്റമ്മയും അവര് സമ്മതിക്കോ? ഇനി ശല്യം ഒഴിഞ്ഞു പോട്ടെ എന്ന് കരുതി അവർ സമ്മതിച്ചാൽ തന്നെ നാട്ടുകാർ, സമൂഹം, പള്ളി, പട്ടക്കാർ, പിന്നെ ഈ മിണി വലിയ നായന്മാരും നിന്ദിതർക്കും പീഡിതർക്കും വേണ്ടി ക്രൂശിതനായവനെ നിന്റെ സാറാമേ നീ തന്നെ കാക്കുക. മധുരസുന്ദരമായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. വളരെ നല്ല കാര്യം. എന്നിട്ട് ഈ പ്രേമതാമസയെ പറ്റി ആരെങ്കിലും ഒരു വിലാപകാവ്യം എഴുതട്ടെ. ആട്ടെ, എപ്പോഴാണ് ഈ മംഗളകർമ്മം? അല്ല, ഏത് വിധത്തിലാണ്? തീരുമാനിച്ചില്ല. എങ്കിൽ തീരുമാനിക്കണം. റെയിൽ പാളത്തിൽ തലവെച്ച് മരിക്കാം, അതല്ലെങ്കിൽ പൂമരത്തിൽ കെട്ടി തൂങ്ങിച്ചാവാം. ക്രൂരഹൃദയം, പെണ്ണിന്റെ 1000 ക്രൂരഹൃദയം. വേറൊരു വഴിയുണ്ട്, ആരും അറിയുകയില്ല. ഒരു ചെറു വഞ്ചിയും വലിയ ഒരു കരിങ്കൽ കഷ്ണവും കയറുമായി സന്ധ്യക്ക് പാത്തു പതിഞ്ഞ് തുഴഞ്ഞ് നടുകായലിൽ പോകണം. എന്നിട്ട് കയറിന്റെ ഒരറ്റം കല്ലുമേൽ കെട്ടണം. മറ്റേ അറ്റത്ത് സുന്ദരമായ കുരുക്കുണ്ടാക്കി സ്വന്തം കഴുത്തിലും
എന്നിട്ട് സുന്ദരമായി ഞാൻ ചത്തേ എന്നുള്ള അലർച്ചയോടെ ചാവട്ടി താഴ്ത്തണം. ഓ, ഞാൻ വേറൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദേ, ഇവിടെ ഇവിടെ കെട്ടിത്തൂങ്ങി ചാവും ഞാൻ. ചത്തു തൂങ്ങി കിടക്കുമ്പോ കാലിനടിയിൽ ഒരു കടലാസിൽ കുറിച്ചിട്ടിരിക്കും: ലോകമേ, കഠിന ഹൃദയായി സാറാമയും എന്റെ മരണവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ സാറാമയെ സ്നേഹിക്കുന്നു എന്നുള്ളതും സാറാമ എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതും സത്യമാണ്. ഞാൻ കൊടുത്ത പ്രണയലേഖനങ്ങൾ അതികഠിനതയോടെ അവൾ ചുരുട്ടിയെറിഞ്ഞതും സത്യമാണ്. എങ്കിലും ലോകമേ, എന്റെ മരണവും ഈ കഠിന ഹൃദയായ സാറാമയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് സാറാമയ്ക്ക് വേണ്ടി ചത്ത കേശവൻ നായർ എന്ന പാവത്താൽ ഒപ്പ്. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഓ, കഠിന ഹൃദയങ്ങൾ, ബ്ലഡി ഫൂൾസ്. സാറാമ ഒരു കഠിന ഹൃദയാണ്. ദിസ് കേശവൻ നായർ ഒരു ബ്ലഡി ഫൂളാണ്. പക്ഷെ കഠിന ഹൃദയനല്ല. ലോകത്തിലെ ഓരോ സ്ത്രീ പുരുഷന്മാരും ബ്ലഡി ഫൂൾസ് ആണ്. ബ്ലഡി ഫൂൾസ്. ശമ്പളം കിട്ടിയില്ല. എന്തിന്റെ ശമ്പളം? ഓഹോ, ഇപ്പൊ അങ്ങനെയായല്ലേ? അല്ല, ഒക്കെ ഞാൻ അനുഭവിക്കേണ്ടവളാ. എന്റെ തലയിൽ നിലാവെളിച്ചമാണെന്ന് പ്രപഞ്ചം പറയുന്നത് വെറുതെയാണ്. 10-30 ദിവസമായി താങ്കളെ മധുരസുന്ദരമായി സ്നേഹിക്കുക എന്ന ജോലിയും സ്വീകരിച്ച് നടക്കുന്നു. എന്റെ തങ്കം, എന്നിട്ട് ഈ മധുരസുന്ദരമായ വാർത്ത നീ എന്തേ എന്നോട് നേരത്തെ പറഞ്ഞില്ല? ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ ആത്മഹത്യ എന്നും പറഞ്ഞ് കണ്ടിട്ടും കേട്ടിട്ടുമില്ല എന്നും പറഞ്ഞു നടന്ന ഞാൻ എന്തു ചെയ്യും? വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, തീരെ. കള്ളനോട്ടൊന്നുമല്ലല്ലോ. ശരി, കൃത്യം 1-ാം തീയതി തന്നെ എനിക്ക് ശമ്പളം കിട്ടിയിരിക്കണം. മേലിൽ ഇങ്ങനെ താമസിപ്പിക്കരുത്. പരിഹാസം, ക്രൂരമായ വിനോദം. സ്ത്രീകൾ ഇത്രയ്ക്കും ക്രൂരകളാണ്. പണ്ട് കവി പാടിയത് ഞാനിവിടെ തിരുത്തുന്നു: അങ്കുശമില്ലാത്ത ചാബല്യമേ, നിന്നെ സാറാമ എന്ന് വിളിക്കുന്നു ഞാൻ.
അറിയുമെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമ്മയോ? ഗാഠമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടി തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ സ്വന്തം. അങ്ങനെ കേശവൻ നായർ എന്ന കാമുകന് പിടികൊടുക്കാതെ സാറാമ്മ. അത്തരത്തിൽ 5 മാസം കടന്നുപോയി. തൻ്റെ പ്രണയജോലിക്ക് ശമ്പളമായി മൊത്തം 100 രൂപ സാറാമ്മയ്ക്ക് അയാൾ കൈമാറി. അവളത് എന്തു ചെയ്തു എന്നയാൾ തിരക്കിയില്ല. 3-ാമത്തെ മാസത്തിൽ സാറാമ്മ അറിയിച്ചു അവൾക്ക് 1000 രൂപയുടെ ഷോടതി കിട്ടി. കേശവൻ നായർ കൊടുത്ത ശമ്പളവകയിലെ രൂപയുടെ ഒരു ഭാഗ്യം. അതിലൊന്നും കേശവൻ നായർ ശ്രദ്ധ പതിപ്പിച്ചില്ല. അനന്തമായി ഒഴുകുന്ന ഒരു പ്രേമത്തിന്റെ നിലാവെളിച്ചത്തിലാണ് അയാൾ. മറ്റൊന്നും ഗ്രഹിക്കുക സാധ്യമല്ല. ഒന്നും തന്നില്ലെങ്കിലും സാരമില്ല. പ്രേമവാചനം പറയുന്നത് വിശ്വസിക്കുക, ആജ്ഞാനുസരണം പ്രവർത്തിക്കുക, അവൾ ചൂണ്ടിയ വഴിയേ നടക്കുക. അതിൽ കൂടുതലായി അയാളെ കൊണ്ടൊന്നും സാധിക്കില്ല. സാറാമ്മ എന്ന പ്രണയ നദിക്കൊപ്പം ഒഴുകുകയാണ് അയാൾ. അങ്ങനെ സാറാമ്മയുടെ അഭിപ്രായമനുസരിച്ച് അയാൾ പല വിദേശ സ്ഥലങ്ങളിലേക്ക് ജോലിക്കായി അപേക്ഷകൾ അയച്ചു. എന്തിന്? സാറാമ്മ പറഞ്ഞതുകൊണ്ട്. എന്നാൽ സാറാമ്മ പറയാത്തതും അയാൾ ചെയ്തുകൊണ്ടേയിരുന്നു. സാറാമ്മയ്ക്ക് അസുഖമായി കിടന്നപ്പോൾ ഡോക്ടറെ വിളിച്ചുകൊണ്ടുവന്ന് കാണിക്കുക, പണം കൊടുത്ത് മരുന്ന് വാങ്ങിക്കൊടുക്കുക, മരുന്ന് കുടിപ്പിക്കുക, ചിറ്റമ്മയും സാറാമ്മയുമായി രഞ്ജിപ്പിക്കുവാൻ ശ്രമിക്കുക, സാറാമ്മയുടെ അപ്പച്ചനോട് പിതാക്കന്മാരുടെ കടമകളെപ്പറ്റി ചെറു പ്രസംഗങ്ങൾ നടത്തുക, അങ്ങനെ പലതും. അവൾ ഒരിക്കലും നന്ദി പറഞ്ഞില്ല, കൃതജ്ഞത ഭാവിച്ചില്ല. അസഹനീയമായിരുന്നു അത്. എങ്കിലും അവൾക്കായി അയാളെല്ലാം സഹിച്ചു. അയാൾക്കെപ്പോഴും അവളെ കണ്ടുകൊണ്ടേയിരിക്കണം, അവളെ ആലിംഗനം ചെയ്യണം, അവളെ ചുംബിക്കണം. അയാളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പരിധിയുമില്ല. പുരുഷനല്ലേ. സാറാമ്മ പറഞ്ഞതുപോലെ തലയ്ക്കകത്ത് വെറും നിലാവെളിച്ചം. വാക്കിലോ പ്രവൃത്തിയിലോ അയാൾക്ക് പിടികൊടുക്കാതെ ഒരു കൊള്ളിമീനിനെ പോലെ അവൾ തെന്നിമാറി. ആ ഘട്ടത്തിലാണ് വേർപാടിന്റെ സമയം വന്നു ചേർന്നത്. വിദേശത്തൊരു കമ്പനിയിൽ അയാൾക്കൊരു ജോലി കിട്ടി. ഉയർന്ന ശമ്പളം. സാറാമ്മയുടെ അഭിപ്രായപ്രകാരം കേശവൻ നായർ ജോലി സ്വീകരിച്ച് മറുപടി അയച്ചു. കിട്ടാൻ പോകുന്നു. കൃത്യം 1-ാം തീയതി തന്നെ മണി ഓർഡർ അയച്ചു തരണം. മേൽവിലാസം അറിയാലോ. അല്ല, എന്നാണ് പോകുന്നത്? 10 ദിവസത്തിനുള്ളിൽ ചാർജ് എടുക്കും. അതുകൊണ്ട് മറ്റന്നാൾ പോകാമെന്ന് കരുതും. ഞാൻ ബാങ്കിലെ ജോലി രാജിവെക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് പോയി കളയാം എന്ന് തന്നെ തീരുമാനിച്ചു അല്ലേ? എന്തൊരു ചോദ്യമാണ്. ഞാനിപ്പോഴും അങ്ങയുടെ പ്രേമഭാചനമാണോ? പിന്നല്ലാതെ. എനിക്ക് വേണ്ടി മരണം വരിക്കാൻ തയ്യാറാണോ? തീർച്ചയായും. സത്യമായിട്ടും? സത്യമായിട്ടും. എങ്കിൽ മരിച്ചു കാണിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞ ജോലിക്ക് പോകാതിരിക്കോ? ജോലിക്ക് പോവാതിരിക്കോ?
അങ്ങനെ അയാൾ ആകെ വിഷമിക്കും. വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വരും. പിന്നെ വഴിയാധാരമായി തെരുവിൽ അലയേണ്ടി വരും. സാറാമേ, എനിക്ക് സാറാമ്മയോട് ഒത്തിരി പറയാനുണ്ട്. പുതുതായി എന്തെങ്കിലും ആണെങ്കിൽ ശരി പറഞ്ഞോളൂ. പ്രേമത്തെ കുറിച്ചാണെങ്കിൽ ഞാനത് കേട്ടു മടുത്തു. ഒരു ചപ്ലാത്തി സാധനമാണ് ഈ പ്രേമ. പറഞ്ഞോളൂ, ശമ്പളം വാങ്ങുന്നതല്ലേ, കേൾക്കാതെ പറ്റുമോ? സാറാമ്മ എന്റെ കൂടെ വരണം. എനിക്ക് അവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വയ്യ. എന്താ, ഭയമാണോ? അല്ല, ഞാൻ സാറാമ്മയെ സ്നേഹി. ഓ, സാറാമ്മയെ സ്നേഹി. ഇത് 1,09,000 തവണ പറഞ്ഞിട്ടുള്ളതല്ലേ? അല്ല, ഈ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹവും പ്രേമവും ഒരു തരം നിലാവെളിച്ചം പോലെയാണ്. മധുരസുന്ദര സുരഭിലമായ നിലാവെളിച്ചമാണ് പ്രേമം. മധുരസുന്ദര സുരഭിലമായ നിലാവെളിച്ചം, അതല്ലേ സ്ത്രീകളുടെ തലയ്ക്കുള്ളിലുണ്ടെന്ന് പറഞ്ഞത്? അതല്ല, അതൊരു സാധാരണ ഒരു ഒഴുക്കൻ നിലാവെളിച്ചം. സാറാമ്മ വരും. എന്റെ ഭാര്യയായി ആ ചന്ദ്രതാരം ജീവിക്കും. നാം രണ്ടു മതക്കാരല്ലേ? അതിനെന്താ, നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം. അപ്പോൾ സ്ത്രീധനമൊന്നും വേണ്ടേ? സാറാമ്മ മുഴുവനായി സ്ത്രീധനമായി അനുഗ്രഹിച്ച് എനിക്ക് തന്നാൽ മതി. സാറാമ്മ തന്നെ എന്റെ കപ്പമാടത്തിൽ കിടാവിളക്ക്. സാറാമ്മ തന്നെ വേറെയുമുണ്ട് സംശയം. എല്ലാ സംശയങ്ങളും കേശവൻ നായർ തീർത്തും. അതെ, നമ്മൾ ശ്രീമാൻ കേശവൻ നായരും ശ്രീമതി സാറാമ്മയും ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ വലിയ കുഴപ്പങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒരാൾ ക്ഷേത്രത്തിലും മറ്റൊരാൾ ചർച്ചിലുമല്ലേ പോകേണ്ടി വരിക? ന്യായമായ ചോദ്യം. ക്ഷേത്രവും ചർച്ചും നിൽക്കുന്നിടത്ത് നിൽക്കട്ടെ. നമ്മളുടെ ഹൃദയങ്ങൾക്കിടയിൽ മതിലുകൾ ഉണ്ടാവരുത്. ക്ഷമ, കാരുണ്യം, സഹാനുഭൂതി, ഇതൊന്നും മറക്കരുത്. വേറെയുമുണ്ട് സംശയം. ചോദിക്കാൻ നാട്ടൊന്നു. നാണിച്ചുകൊണ്ട് തന്നെ മധുരസുന്ദരമായി ചോദിക്കൂ. അതെ, നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഏതു മതക്കാരായിരിക്കും? ഏതു മതക്കാരായി നമുക്കവരെ നിർമ്മതരായിട്ട് വളർത്താം. മൃഗങ്ങളെ പോലെ, പക്ഷികളെ പോലെ. വലുതാകുമ്പോൾ എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിച്ച് അവർക്ക് ഇഷ്ടമുള്ളത് അവർ തിരഞ്ഞെടുക്കട്ടെ. അത് ന്യായം. ഇനി ആദ്യത്തെ കുഞ്ഞാണാണെന്നിരിക്കട്ടെ, ആ തങ്കക്കുട്ടിന് നമ്മൾ എന്തു പേരിടും? പേരിന് മുമ്പിൽ മതത്തെയോ ജാതിയെയോ കുറിക്കുന്ന ഒന്നും തന്നെ ഉണ്ടാകില്ല. ഈ ചൈന പേര് എങ്ങനെ ഉണ്ടാവും? ചൈന ചൈന ഡങ്കിഡിങ്കാഹോ? ഡങ്കിഡിങ്കാഹോ കൊള്ളാമോ? ശോ, വേണ്ട, ആ പേര് വേണ്ട. എങ്കിൽ റഷ്യനുണ്ട്, സ്കീ ചേർത്താൽ മതി. എന്ത് സ്കീ? എന്തെങ്കിലും ഒരു സ്കീ. ചപ്ലോസ്കി കൊള്ളാമോ? ചപ്ലോസ്കി വേണ്ട, എന്റെ മോൻ ആ പേര് വേണ്ട. എങ്കിലിതാ നല്ല സ്റ്റൈലൻ പേരുകൾ. ഇന്ത്യ, ചെറുകഥ, മിഠായി, നിലാവിളിച്ചം, ഗദ്യകവിത, ആകാശം, സമുദ്രം.
അപ്പോൾ വഴക്കുണ്ടാവില്ല. മാത്രവുമല്ല ഈ ഡബിൾ പേരാണ് സ്റ്റൈൽ. മിഠായി ആകാശം. വിളിക്കൂ. മോനെ മിഠായി ആകാശം. മോനെ ആകാശമിഠായി. ആകാശമിഠായി. വിളിക്കൂ. എടാ മോനെ ആകാശമിഠായി. എടാ മോനെ ആകാശമിഠായി. നീ എവിടെയാടാ? ഗംഭീരം, ഗംഭീരം. മിസ്റ്റർ ആകാശമിഠായി, ശ്രീമാൻ ആകാശമിഠായി, സഖാവ് ആകാശമിഠായി. അപ്പോൾ എന്റെ കുട്ടൻ കമ്മ്യൂണിസ്റ്റ് ആണോ? ആവണ്ടേ? ആവട്ടെ. അതെ, അവൻ ഏത് ഡുങ്കാസിലും പോയി ചേരട്ടെ. എന്റെ മകൻ ഇഷ്ടം പോലെ ഏത് പാർട്ടിയിലെങ്കിലും ചേരട്ടെ. ഓ, എന്ത് പറഞ്ഞാലും എന്റെ മകൻ, എന്റെ മകൻ, എന്റെ മകൻ. മനുഷ്യർക്ക് ഇത്ര സ്വാർത്ഥത പാടില്ല. ആരെങ്കിലും കേട്ടാൽ കരുതും എനിക്ക് ഈ ആകാശമിട്ടായുടെ മേൽ ഒരു അവകാശമില്ലെന്ന്. മേലിൽ നമ്മുടെ മകനെന്ന് പറഞ്ഞുകൊള്ളണം. മനസ്സിലായോടി? എഴുതിയതോ? ഓർമ്മിപ്പിച്ചത് നന്നായി. ഞാനേ വെറുതെ അതേപ്പറ്റി ചോദിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ഭാര്യയായെന്ന് കരുതിയോ? മനസ്സിലായോ മിസ്റ്റർ കേശവൻ നായർ? സാറാമ്മ നേരത്തെ പറഞ്ഞത് എന്തു പറഞ്ഞു? ഭാര്യയെ കൊള്ളാമെന്ന്. ആയിട്ട് സാറാമ്മയ്ക്ക് എപ്പോഴും വിനോദമാണ്. ഞാൻ പറയുന്നതെല്ലാം വിനോദമാണ്. ഞാൻ എടിയാണ്, പ്രാണനാഥയാണ്, ഇഷ്ടദാസിയാണ്. പറയൂ സാറാമ്മ, വിനോദം ജീവിതത്തിന്റെ വിനോദം ജീവിതത്തിന്റെ സൗരഭ്യമാകുന്നു. നാളെ പുലർച്ചയ്ക്കുള്ള വണ്ടിയിൽ എനിക്ക് പോകണം. അവസാനമായി സാറാമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ട്? ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ ചില്ലറയായി ചില ചോദ്യങ്ങൾ. ചോദിക്കും. ചോദ്യം 1, അപ്പച്ചന് കൊടുക്കാനുള്ള വാടകയെല്ലാം കൊടുത്തു തീർത്തോ? തീർത്തു. ചോദ്യം 2,
ഹോട്ടൽക്കാരന്റെ കടങ്ങൾ? തീർത്തും. ചോദ്യം 3. വഴിച്ചിലവിന് പണമുണ്ടോ? ഉണ്ട്. എങ്കിൽ ഒരു ഉപചോദ്യം കൂടി. പണം എവിടെ നിന്നുണ്ടായി? എന്റെ റിസ്റ്റ് വാച്ചും സ്വർണ്ണമോതിരവും ഞാൻ വിറ്റു. നല്ലത്. അങ്ങനെ ബഹുമാനപ്പെട്ട കേശവൻ നായർ ഈ രാജ്യം വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ഓർക്കാൻ ആരുമില്ലാത്ത സ്ഥിതിക്ക് എന്റെ എല്ലാവിധ യാത്രാമംഗളങ്ങളും ഞാൻ ആശംസിച്ചു കൊടുക്കുന്നു. കരിനീലക്കണ്ണുകൾ സജലങ്ങളായതെന്തേ, അധരങ്ങളിൽ ശോകം വിറകൊണ്ടു നിൽപ്പതെന്തേ, കണ്ഠമതിൽ നിന്നും ഇടറുന്ന സ്വരങ്ങളെന്തേ, വീണാതന്ത്രികളിൽ നിന്നും ശോകാർദ്രഭാവമെന്തേ, കരിനീലക്കണ്ണുകൾ സജലങ്ങളായതെന്തേ, അധരങ്ങളിൽ ശോകം വിറകൊണ്ടു നിൽപ്പതെന്തേ. അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇനി വന്നേ ഒന്ന് പറയട്ടെ. ഇനി വന്നേ ഞാൻ ഒന്ന് പറയട്ടെ. കരയുന്നത് എന്തിന്? എന്നെ വെറുത്തോ? ആകുമോ എനിക്ക്? മഴ പെയ്യുമ്പോൾ പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ ഉപമകൾ കൊള്ളാം. സാറാണ് നാളെ പുലർച്ചയ്ക്കുള്ള വണ്ടിയിൽ സാറാം എന്റെ കൂടെ വരുന്നു. എവിടെ? ഞാൻ പോകുന്നിടത്തേക്ക്. വന്നിട്ട് സാറാമയ്ക്ക് എപ്പോഴും വിനോദമാണ്. വിനോദം ജീവിതത്തിന്റെ എന്താണെന്ന് അറിയാമോ? അറിയാം. എന്റെ സാറാമയുടെ ചുണ്ടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു. കളിയാക്കുകയാണല്ലേ? ഇത് 1
പ്രേമലേഖനം. ഇത് വണ്ടി സ്റ്റേഷനിൽ നിന്ന് നീങ്ങിയിട്ട് തുറന്നു നോക്കൂ എന്ന് സത്യം ചെയ്യണം. സത്യം. അതുപോലെ ഭക്തിയും വിശ്വാസവുമുള്ള എന്തിനെ തൊട്ടെങ്കിലും സത്യം ചെയ്യണം. എനിക്ക് വിശ്വാസമുണ്ട്, ഭക്തിയുള്ള, ദിവ്യ പ്രേമമുള്ള എന്റെ സാറാമയാണ് അപ്പോ സാറാമ എന്റെ കൂടെ. സാറാമ ഒരിക്കലും എന്റെ വേണ്ട, ഒന്നും പറയണ്ട. വെളുപ്പിന് മുറികൂട്ടി താക്കോൽ ജനൽപ്പടിയിൽ വെച്ചോളൂ. യാത്ര പറയാൻ നിൽക്കണമെന്നില്ല. ഈ രാത്രി ഇഷ്ടമുള്ളവരെ പിരിഞ്ഞു ജീവിക്കാൻ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. എന്നെ തിരികെ വിളിക്കരുത്. പ്രിയപ്പെട്ട അപ്പച്ചനും ബഹുമാനപ്പെട്ട ചിറ്റമ്മയും അയച്ചറിയണം. ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ മാസം തോറും വളരെ വലിയ ശമ്പളം കിട്ടുന്ന ഒരു ജോലി കിട്ടിയിരിക്കുന്നതിന് ഞാൻ ജോലിസ്ഥലത്തേക്ക് പോകുന്നു. സ്ത്രീധനമൊന്നും കൂടാതെ ഈ മുഷിഞ്ഞ ഉടുതുണിയോടെ എന്നെ വിവാഹം ചെയ്യാൻ തയ്യാറുള്ള ഒരാണിനെയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാനും അദ്ദേഹം എന്നെയും സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഗാഢമായി ചിന്തിച്ച് മധുരോധാരമായ ഒരു മംഗളാശംസയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപ്പച്ചൻ്റെയും ചിറ്റമ്മയുടെയും സ്വന്തം സാറാമ്മ.
അപ്പോ സ്ത്രീകളുടെ തലയ്ക്കകത്ത് നിലാവെളിച്ചമാണോ അതോ പ്രണയമാണോ? അത് ഈ നെഞ്ചിനുള്ളിലല്ലേ വായിക്കാൻ തിടുക്കായോ? അതെ, വായിക്കാൻ തിടുക്കമായി. എൻ്റെ ആകാശമിഠായിയുടെ അച്ഛന് ജീവിതവും യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുവാവാകുന്നു പ്രണയം, യുവതിയാകുന്നു പ്രണയം, നിന്നിലേക്ക് ചുറ്റിപ്പടരുന്ന മുല്ലവള്ളിയാകുന്നു പ്രണയം, ശാന്തമായി വന്ന് കരയെ ഉമ്മവയ്ക്കുന്ന കടലാകുന്നു പ്രണയം, വിണ്ണിൻ്റെ ചുംബനമേൽക്കാൻ കൊതിക്കുന്ന ഹിമശൃംഗങ്ങളാകുന്നു പ്രണയം, ഇളം തെന്നലായി വന്ന് നമ്മെ പൊതിയുന്ന കാറ്റാകുന്നു പ്രണയം. സാറാമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ. मेरी रागनी तू मेरा चांद मैं तेरी चांदनी मैं तेरा राग तू मेरी रागनी हो नहीं दिल का लगाना कोई दिल लगी कोई दिल लगी नहीं दिल का लगाना कोई दिल लगी कोई दिल लगी तू मेरा चांद मैं तेरी चांदनी मैं तेरा राग तू मेरी रागनी तू मेरा चांद मैं तेरी